ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് സബ്ജക്റ്റ് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി, BA സോഷ്യോളജിയുടെ ഫസ്റ്റ് ബുക്കാണ് ഏത്? ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി. ആ പുസ്തകത്തിലെ ഓരോ ചാപ്റ്റേഴ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലി. ചാപ്റ്ററിൻ്റെ പേര് തിങ്കിങ് സോഷ്യോളജിക്കലി. എന്താ തിങ്കിങ് എന്ന് പറഞ്ഞാൽ? ചിന്തിക്കുക. എന്തിനെ കുറിച്ച്? സോഷ്യോളജിയെ കുറിച്ച്. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ തിങ്കേഴ്സ് ഒരുപാട് ഉണ്ടാവും. കാരണം തിങ്കിങ് സോഷ്യോളജിക്കലി എന്നാണ്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് അവിടെ ചിന്തിക്കുന്നത്? സമൂഹശാസ്ത്രത്തെ. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം, സമൂഹശാസ്ത്രം എന്നാണ് സോഷ്യോളജിയെ കുറിച്ച് പറയുക. അപ്പോൾ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് ആണ് തിങ്കിങ് സോഷ്യോളജി. ആ തിങ്കിങ് സോഷ്യോളജി എന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏകദേശം നിങ്ങൾക്ക് 14 യൂണിറ്റ് ആണ് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി. നിങ്ങളെ സബ്ജക്റ്റ് നെയിം എടുക്കുന്ന സബ്ജക്റ്റ് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് തിങ്കിങ് സോഷ്യോളജിക്കലി. തിങ്കിങ് സോഷ്യോളജിക്കലി അതിൻ്റെ ഇൻട്രഡക്ഷനിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ 14 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി എന്ന ഈ ഒരു ബുക്കിലുള്ളത്. അതിലെ ഫസ്റ്റ് യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് ആണ് തിങ്കിങ് സോഷ്യോളജിക്കലി. അതിൻ്റെ ഇൻട്രഡക്ഷൻ നമുക്ക് നോക്കാം. എന്താണ് ഇൻട്രഡക്ഷനിൽ പറയുന്നത്? ശ്രദ്ധിച്ചോളൂ. ഇൻ ദിസ് യൂണിറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെന്റ് ആസ് എ sociological perspective. How do sociologists observe and interpret the realities of everyday life for us sociologists? This is our main concern. അതായത് ഈ യൂണിറ്റിൽ ഒരു സാമൂഹ്യശാസ്ത്ര വീക്ഷണം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും. ഇത് ഇൻട്രഡക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന പറയുന്നത്? സാമൂഹ്യശാസ്ത്ര വീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സാമൂഹ്യശാസ്ത്ര വീക്ഷണം? എന്താണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രം. ആ സമൂഹശാസ്ത്ര വീക്ഷണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ യൂണിറ്റിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. How do sociologists above and interpret the relatives of everyday life for a sociologist? This is our main concern. അതേപോലെ തന്നെ അവിടെ എന്താ പറയുന്നത്? സാമൂഹ്യ ശാസ്ത്രജ്ഞർ ദൈനംദിന ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഹൗ ഡു സോഷ്യോളജിസ്റ്റ് ഒബ്സർവ് ആൻഡ് ഇന്റർപ്രറ്റ് ദ റിയാലിറ്റീസ് ഓഫ് എവരിഡേ ലൈഫ് ഫോർ ആ സോഷ്യോളജിസ്റ്റ്? ദിസ് ഈസ് അവർ മെയിൻ കൺസേൺ. സാമൂഹ്യ ശാസ്ത്രജ്ഞർ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ എന്ത് ചെയ്യുന്നു? ഒബ്സർവ്, നിരീക്ഷിക്കുകയും. ഒബ്സർവ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? നിരീക്ഷിക്കുകയും ആൻഡ് ഇന്റർപ്രറ്റ് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ സോഷ്യോളജിയെ കുറിച്ച് നിരീക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു? കാരണം സാമൂഹ്യ ശാസ്ത്രജ്ഞർ എന്ന നിലയിലാണ് ഈ ഒരു സബ്ജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോ സാമൂഹ്യ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഈ സബ്ജക്റ്റിനെ നിരീക്ഷിക്കുകയും ഒബ്സർവ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുക എന്താ? വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. സ്കോളേഴ്സ് ലൈക്ക് സിഗ്മണ്ട് ബൂമാൻ, സ്കോളേഴ്സ് ആയിട്ടുള്ള സിഗ്മണ്ട് ബൂമാൻ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. Scholars like Sigmund Bauman view power as the key driver of social relationship, the various human categories and the action performed by them. What is otherwise understood as status and role in society.
is informed by values that are both created and maintained by those who have power and the resources to propagate these values. അതായത് സിഗ്മണ്ട് ബൂമാനെ പോലെയുള്ള പണ്ഡിതന്മാർ, സിഗ്മണ്ട് ബൂമാനെ പോലെയുള്ള പണ്ഡിതന്മാർ അധികാരത്തെ, എന്തിനെ കുറിച്ച് അവിടെ പറയുന്നത്? പവറിനെ. സ്കോളേഴ്സ് ലൈക്ക് സിഗ്മണ്ട് ബൂമാനെ പോലെയുള്ള പണ്ഡിതന്മാർ പവറിനെ, അധികാരത്തെ സാമൂഹിക ബന്ധങ്ങളുടെ പ്രധാന ചാലക ശക്തിയായി കാണുന്നു. അപ്പൊ പവറിനെ എന്തായിട്ടാണ് അവിടെ കാണുന്നത്? സാമൂഹിക ബന്ധങ്ങളുടെ ചാലക ശക്തി. പവർ ഓഫ് ദ കീ ഡ്രൈവർ ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താ? സാമൂഹിക ബന്ധങ്ങൾ. അപ്പൊ സാമൂഹിക ബന്ധങ്ങളുടെ പ്രധാന ചാലക ശക്തിയായിട്ടാണ് എന്തിനെ കാണുന്നത്? അധികാരത്തെ കാണുന്നത്. സിഗ്മണ്ട് ബൂമാനെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ അഥവാ പണ്ഡിതന്മാർ അധികാരത്തെ കാണുന്നത് എങ്ങനെയാണ്? സാമൂഹിക ബന്ധങ്ങളുടെ പ്രധാന ചാലക ശക്തിയായിട്ടാണ്. അതേപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും, സിഗ്മണ്ട് ബൂമാനെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ എങ്ങനെയാണ് കാണുന്നത് സോഷ്യോളജിയെ? അധികാരത്തെ സാമൂഹിക ബന്ധങ്ങളുടെ ചാലക ശക്തിയായിട്ട്, പവറിനെ സാമൂഹിക ബന്ധങ്ങളുടെ കീ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാലക ശക്തിയായിട്ടാണ് കാണുന്നത്. Thus various human categories and the action performed by them, but is otherwise understood as status and role in society, is informed by values that are both created and maintained by those who have power and the resources to propagate this value. അതേപോലെ തന്നെ വിവിധ മനുഷ്യ വിഭാഗങ്ങളും, പിന്നെന്താ അവിടെ വ്യക്തമാക്കി തരുന്നത്? വിവിധ മനുഷ്യ വിഭാഗങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും സമൂഹത്തിലെ പദവിയും പങ്കും, സ്റ്റാറ്റസ് ആൻഡ് റോൾ, വിവിധ ദ വേരിയസ് ഹ്യൂമൻ കാറ്റഗറി, വിവിധ മനുഷ്യ വിഭാഗങ്ങളും അതേപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പങ്കും സമൂഹത്തിലെ പദവിയും പങ്കും, വിവിധ മനുഷ്യ വിഭാഗങ്ങളും അവർ ചെയ്യുന്ന സമൂഹത്തിലെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സമൂഹത്തിലെ പദവിയും പങ്കും മറ്റു വിധത്തിൽ മനസ്സിലാക്കപ്പെടുന്നവ അധികാരവും ഈ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വിഭവങ്ങളും ഉള്ളവർ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങളാൽ വിവരിക്കപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പറയണം. നമ്മളതായ രീതിയിൽ നമുക്കത് പറയാൻ പറ്റില്ല. സിഗ്മണ്ട് ബൂമാന്റെ അഭിപ്രായത്തിൽ പറയുകയാണ്, സ്കോളേഴ്സ് ലൈക്ക് സിഗ്മണ്ട് ബൂമാൻ വ്യൂ പവർ ആസ് ദ കീ ഡ്രൈവർ ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സിഗ്മണ്ട് ബൂമാനെ പോലെയുള്ള പണ്ഡിതന്മാർ അധികാരത്തെ സാമൂഹിക ബന്ധങ്ങളുടെ പ്രധാന ചാലക ശക്തിയായിട്ടാണ് കാണുന്നത്. അധികാരത്തെ സിഗ്മണ്ട് ബൂമാനെ പോലെയുള്ള പണ്ഡിതന്മാർ അധികാരത്തെ എങ്ങനെയാണ് കാണുന്നത്? അധികാരത്തെ സാമൂഹിക ബന്ധങ്ങളുടെ പ്രധാന ചാലക ശക്തിയായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ വിവിധ മനുഷ്യ വിഭാഗങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും, വിവിധ മനുഷ്യ വിഭാഗങ്ങളും അതേ ഹ്യൂമൻ കാറ്റഗറീസ്, ദ വേരിയസ് ഹ്യൂമൻ കാറ്റഗറീസ്, വിവിധ മനുഷ്യ വിഭാഗങ്ങളും ആൻഡ് ആക്ഷൻ പെർഫോംഡ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും സമൂഹത്തിന്റെ പദവിയും പങ്കും എന്ന് മറ്റു വിധത്തിൽ മനസ്സിലാക്കപ്പെടുന്നവ. അതുകൊണ്ട് തന്നെ അധികാരവും ഈ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വിഭവങ്ങളും ഉള്ളവർ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങളാൽ വിവരിക്കപ്പെടുന്നു. അപ്പൊ ഇതിന് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കിയാൽ മതി. സ്കോളേഴ്സ് ലൈക്ക് സിഗ്മണ്ട് ബൂമാൻ വ്യൂ പവർ ആസ് ദ കീ ഡ്രൈവർ ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സിഗ്മണ്ട് ബൂമാനെ പോലെയുള്ള പണ്ഡിതന്മാരെ അധികാരത്തെ സാമൂഹിക ബന്ധങ്ങളുടെ പ്രധാന ചാലക ശക്തിയായിട്ടാണ് കാണുന്നത്. അത് വരെ മനസ്സിലാക്കുക. അതിനുശേഷം പിന്നീട് എന്താ പറയുന്നത്?
വിവിധ മനുഷ്യ വിഭാഗങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും സമൂഹത്തിലെ പദവിയും പങ്കും, സമൂഹത്തിലെ സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറഞ്ഞാൽ എന്താ? പദവിയും പങ്കും എന്ന് മറ്റു വിധത്തിൽ മനസ്സിലാക്കപ്പെടുന്നവ. അതേപോലെ തന്നെ അധികാരവും അതേപോലെ മൂല്യങ്ങളും പ്രചരിപ്പിക്കാനുള്ള വിഭവങ്ങളുള്ളവർ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങളാൽ വിവരിക്കപ്പെടുന്നു. ഇതാണ് അതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഭാഗം. പിന്നെ CW മിൽസ് എന്താ പറയുന്നത് നോക്കാം. CW മിൽസ് സ്റ്റഡീഡ് അമേരിക്കൻ സൊസൈറ്റി ആൻഡ് ഷോവൺ ദ സൊസൈറ്റി as self-contained. He shows how values and history shape our views. According to Mills, each society has its own way of imagining itself, like the Americans think of themselves. അതായത് അപ്പൊ ആ CW നിങ്ങളുടെ കയ്യില് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. അതിൽ നോക്കിയാൽ കാണാം CW മിൽസിന്റെ അദ്ദേഹത്തിന്റെ പഠനം എന്താ പറയുന്നത്. അപ്പൊ CW മിൽസ് അമേരിക്കൻ സമൂഹത്തെ പഠിക്കുകയും സമൂഹത്തെ സ്വയം പര്യാപ്തമായി കാണുകയും ചെയ്യുന്നു. CW മിൽസ് അദ്ദേഹം അമേരിക്കൻ സമൂഹത്തെ എന്ത് ചെയ്യുന്നു? സ്റ്റഡീഡ് അമേരിക്കൻ സൊസൈറ്റി, അമേരിക്കൻ സമൂഹത്തെ പഠിക്കുകയും അതേപോലെ തന്നെ സമൂഹത്തെ സ്വയം പര്യാപ്തമായി കാണുകയും ചെയ്യുന്നു. CW മിൽസ് സ്റ്റഡീഡ് അമേരിക്കൻ സൊസൈറ്റി ആൻഡ് ഷോവൺ ദ സൊസൈറ്റി ആസ് സെൽഫ് കണ്ടെയ്ൻഡ്. CW മിൽസ് അമേരിക്കൻ സമൂഹത്തെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, സമൂഹത്തെ സ്വയം പര്യാപ്തമായി കാണുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഹി ഷോ ഹൗ വാല്യൂ ആൻഡ് ഹിസ്റ്ററി ഷേപ്പ് അവർ വ്യൂ. മൂല്യങ്ങളും ചരിത്രവും നമ്മുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹം എന്താണ് കാണിക്കുന്നത്? ഹി ഷോ ഹൗ വാല്യൂ ആൻഡ് ഹിസ്റ്ററി ഷേപ്പ് അവർ വ്യൂ. അതായത് മൂല്യങ്ങളും, വാല്യൂ പറഞ്ഞാൽ എന്താണ്? മൂല്യം, ഹിസ്റ്ററി പറഞ്ഞാൽ ചരിത്രം. അപ്പൊ മൂല്യങ്ങളും ചരിത്രവും നമ്മുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം കാണിക്കുന്നു. അപ്പൊ CW മിൽസ് എന്താ അവിടെ കാണിക്കുന്നത്? മൂല്യങ്ങളും ചരിത്രവും നമ്മുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെന്താ? അക്കോർഡിംഗ് ടു മിൽസ് ഈച്ച് സൊസൈറ്റി ഹാസ് its own way of imagining itself, like the American think of themselves. മിക്സിന്റെ അഭിപ്രായത്തിൽ അമേരിക്കക്കാർ സ്വയം ചിന്തിക്കുന്നത് പോലെ ഓരോ സമൂഹത്തിനും സങ്കല്പിക്കുന്നതിനുള്ള സ്വന്തം രീതികളുണ്ട്. അപ്പൊ മിൽസിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? മിൽസിന്റെ അഭിപ്രായത്തില് അമേരിക്കക്കാർ സ്വയം ചിന്തിക്കുന്നത് പോലെ ഓരോ സമൂഹത്തിനും എന്ത് ചെയ്യാം? സ്വയം സങ്കല്പിക്കാം. ഓരോന്നും അമേരിക്കക്കാർ ചിന്തിക്കുന്നത് പോലെ തന്നെ ഓരോ സമൂഹത്തിനും എന്ത് ചെയ്യാം? സ്വയം ചിന്തിക്കാം എന്നാണ് ആര് പറയുന്നത്? CW മിൽസ്. അതാണ് ചിന്ത, തിങ്കിങ് സോഷ്യോളജിയുടെ ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇത് നിങ്ങൾ കാണാപ്പാടൊന്നും പഠിക്കണ്ട, വീഡിയോയിൽ എന്താ പറയണത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോഷ്യോളജിക്കൽ മെത്തേഡ്സ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ്. എന്താണ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിലെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും അതിൽ വരുന്ന ഭാഗങ്ങളാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എഴുതിയിട്ട ഭാഗങ്ങൾ നിങ്ങളെ ടെക്സ്റ്റില് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഏതൊക്കെ വലിച്ചു വാരി പഠിക്കുകയൊന്നും വേണ്ട, ഒരുപാട് ഉണ്ടായിരിക്കും ടോപ്പിക്കുകൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താണ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. മിൽസ് 1959 concept of abstracted empiricism posits that empirical studies mostly follow a set pattern of collecting data
with conventional styles of collecting them, which then and are codified. This is a much accepted style which is ritualistically adopted by almost everyone. The set rules of collecting data, analyzing them, codifying them, scaling them, and above all the manner in which these data are manipulated is done in an unquestioningly set pattern. For example, public opinion. എന്താ അവിടെ പറയുന്നത്? ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്, സോഷ്യോളജിക്കൽ മെത്തേഡ്സ്. എന്താണ് സോഷ്യോളജിക്കൽ മെത്തേഡ്സിൽ പറയുന്നത്? ശ്രദ്ധിക്കൂ. മിൽസ് 1959 1959 ആരാണ്? CW മിൽസ് ആണ് കേട്ടോ. മിൽസ് അബ്സ്ട്രാക്റ്റ് എംപെരിസിസം. എന്താ അബ്സ്ട്രാക്റ്റഡ് എംപെരിസിസം എന്ന് പറഞ്ഞാൽ? അമൂർത്ത അനുഭവവാദം. അമൂർത്തമായ അനുഭവവാദത്തെ അറിയപ്പെടുന്ന പേരാണ് അബ്സ്ട്രാക്റ്റഡ് എംപെരിസിസം. അപ്പോ 1959 അബ്സ്ട്രാക്റ്റ് എംപെരിസിസം എന്ന ആശയം ഇങ്ങനെ വാദിക്കുന്നു. മിൽസ് കൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്റ്റ് എംപെരിസിസം posits that empirical studies most follow a set pattern of collecting data with conventional style of collecting them, which then are codified. 1959 അബ്സ്ട്രാക്റ്റ് എംപെരിസിസം എന്ന വാദം മിൽസ് ഇങ്ങനെ വാദിക്കുന്നു. അനുഭവ പഠനങ്ങൾ പ്രധാനമായും എന്താണ്? അനുഭവ എംപെരിക്കൽ സ്റ്റഡീസ്. എംപെരിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവ പഠനങ്ങൾ പ്രധാനമായും പരമ്പരാഗത രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കാൻ രീതി പിന്തുടരുന്നു. 1959 അബ്സ്ട്രാക്റ്റ് എംപെരിസം അഥവാ അമൂർത്ത അനുഭവവാദം എന്ന ആശയത്തെ ഇങ്ങനെയാണ് വാദിക്കുന്നത്. അനുഭവ പഠനങ്ങൾ പ്രധാനമായും പരമ്പരാഗത രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കാൻ പിന്തുടരുന്നു. തുടർന്ന് അവ എന്ത് ചെയ്യുന്നു? ക്രോഡീകരിക്കുന്നു. അപ്പൊ 1959 അമൂർത്ത അനുഭവവാദം എന്ന ആശയം വാദിക്കുകയാണ് ആര് ചെയ്യുന്നത്? മിൽസ് ചെയ്യുന്നത്. പിന്നെ അനുഭവ പഠനങ്ങൾ പ്രധാനമായും പരമ്പരാഗത രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കാൻ രീതി പിന്തുടരുന്നു. അനുഭവ പഠനങ്ങൾ പ്രധാനമായും എങ്ങനത്തെ രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കാനാണ്? പരമ്പരാഗത കൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് കളക്ടിങ് ദം എന്നാ പറയുന്നത്. പരമ്പരാഗത രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കാൻ രീതി പിന്തുടരുന്നു. പിന്നെ അവ എന്ത് ചെയ്യുന്നു? which then are codified. കോഡിഫൈഡ് പറഞ്ഞാൽ എന്താണ്? അത് ക്രോഡീകരിക്കപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 1959 അബ്സ്ട്രാക്റ്റ് എംപെരിസം അമൂർത്ത അനുഭവവാദം എന്ന ആശയം ഇങ്ങനെ വാദിക്കുന്നു. അനുഭവ പഠനങ്ങൾ പ്രധാനമായും പരമ്പരാഗത രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കാൻ രീതി പിന്തുടരുന്നു. പരമ്പരാഗത രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കാനുള്ള രീതിയാണ് അവിടെ പിന്തുടരുന്നത്. പിന്നെ അവ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? വിച്ച് ആർ കോഡിഫൈഡ്, ക്രോഡീകരിക്കപ്പെടുന്നു. ദിസ് ഈസ് മച്ച് എക്സ്പെക്റ്റഡ് സ്റ്റൈൽ. അവ ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷം ഇത് വളരെ സ്വീകാര്യമായ ഒരു ശൈലിയാണ്. എല്ലാവരും സാമൂഹികമായി ആചാരപരമായി അത് സ്വീകരിക്കുന്നു. വിച്ച് ഈസ് റിച്വലിസ്റ്റിക്കലി അഡോപ്റ്റഡ് ബൈ ആൾമോസ്റ്റ് എവരിവൺ. എല്ലാവരും അത് സാമൂഹികപരമായിട്ടും റിച്വലിസ്റ്റിക്കലി പറഞ്ഞാൽ എന്താ? ആചാരപരമായിട്ടും അത് സ്വീകരിക്കുന്നു. അങ്ങനെ ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള നിയമങ്ങൾ വിശകലനം ചെയ്യുക. പിന്നെ എന്താ അവിടെ ചെയ്യുന്നത്? ദ സെറ്റ് റൂൾ ഓഫ് കളക്ടിങ് ഡാറ്റ, അനലൈസിങ് ദം. ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള നിയമങ്ങൾ വിശകലനം ചെയ്യുക. പിന്നെ ക്രോഡീകരിക്കുക. അവിടെ എന്തൊക്കെയാണ് പിന്നെ ചെയ്യുന്നത്?
ദ സെറ്റ് ഓഫ് റൂൾ ഓഫ് കളക്ടിങ് ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള നിയമങ്ങൾ വിശകലനം ചെയ്യുന്നു. പിന്നെന്താ അവിടെ ചെയ്യുന്നത്? ദ സെറ്റ് ഓഫ് റൂൾ ഓഫ് കളക്ടിങ് ഡാറ്റ, അനലൈസിങ് ദം, പിന്നെ അത് വിശകലനം ചെയ്യുന്നു. കോഡിഫൈവിങ് ദം, അത് ക്രോഡീകരിക്കുന്നു. പിന്നെ സ്കെയിലിംഗ് ദം എന്ന് പറഞ്ഞാൽ എന്താ? മുദ്രയിടുന്നു. ആൻഡ് above all the manner in which this data are manipulated is done in an unquestioningly set pattern. എല്ലാത്തിനുപരിയായി ഡാറ്റയിൽ വളരെ അധികം കൃത്രിമം കാണിക്കുന്ന രീതി എന്നിവയെ സവിശേഷമായി സജ്ജീകരിച്ച പാറ്റേണിലാണ് ചെയ്യുന്നത്. അപ്പോ ഒരു ഡാറ്റ എങ്ങനെയാണ് അവിടെ ക്രോഡീകരിക്കുന്നത്, മുദ്രയിടുന്നത്, എല്ലാത്തിനുപരിയായി ഡാറ്റയിൽ വളരെ അധികം കൃത്രിമം കാണിക്കുന്ന രീതി എന്നിവയെ സവിശേഷമായി സജ്ജീകരിച്ച പാറ്റേണില് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വ്യക്തമാക്കി തരുന്നത്. അതിന് ഉദാഹരണമായിട്ട് എന്താണ് അവിടെ പറയുന്നത്? ഈ ഒരു ഡാറ്റ ശേഖരണത്തിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുകയാണ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായങ്ങൾ ശേഖരിക്കുക. പൊതുജനാഭിപ്രായങ്ങൾ ശേഖരിക്കുക ഏതിന് ഉദാഹരണമാണ്? ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. 1959 അമൂർത്ത അനുഭവവാദം എന്ന ആശയം ഇങ്ങനെ വാദിക്കുന്നു. എന്താണ് വാദിക്കുന്നത്? അനുഭവ പഠനങ്ങൾ പ്രധാനമായും പരമ്പരാഗത രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കാൻ രീതി പിന്തുടരുന്നു. തുടർന്ന് അവ ക്രോഡീകരിക്കപ്പെടുന്നു. പിന്നെന്താണ്? ഇത് വളരെ സ്വീകാര്യമായിട്ടുള്ളൊരു ശൈലിയാണ്. എല്ലാവർക്കും സാമൂഹികമായി ആചാരപരമായി അത് സ്വീകരിക്കുന്നു. ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള നിയമങ്ങൾ അവിടെ അനലൈസ് ചെയ്യുന്നു. ക്രോഡീകരിക്കുന്നു. അതേപോലെ ക്രോഡിഫൈവിംഗ് എന്ന് പറഞ്ഞാൽ സ്കാലിംഗ് ദം എന്ന് പറഞ്ഞാൽ എന്താ? മുദ്രയിടുന്നു. എല്ലാത്തിനുപരിയായി ഡാറ്റയിൽ വളരെയധികം കൃത്രിമം കാണിക്കുന്ന രീതി എന്നിവ സവിശേഷമായി സജ്ജീകരിച്ച പാറ്റേണിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? പബ്ലിക് ഒപ്പീനിയൻ. ഇതാണ് അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയാനുള്ളത്. ഇനി അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹിസ് വർക്ക് attributes a certain character to the public that may be true only for America and remain Western centric. Certain key problems like class consciousness, false consciousness of conception of status of class have not translated, adding to the problem of studying generalizing issue rather than looking into specific area of studies. പിന്നെന്താണ് അവിടെ പറയുന്നത്? ഹിസ് വർക്ക് അട്രിബ്യൂട്ടസ്. ഹിസ് വർക്ക് പറഞ്ഞാൽ ആരുടെ വർക്കാ? മിൽഫിന്റെ, അദ്ദേഹത്തിന്റെ കൃതി പൊതുജനത്തിന് ഒരു പ്രത്യേക സ്വഭാവം ആരോപിക്കുന്നു. ഹിസ് വർക്ക് അട്രിബ്യൂട്ടസ് എ സർട്ടൻ ക്യാരക്ടർ ടു ദ പബ്ലിക്. മിൽഫിന്റെ കൃതി പൊതുജനത്തിന് ഒരു പ്രത്യേക സ്വഭാവം ആരോപിക്കുന്നു. മാത്രല്ല അത് അമേരിക്കയ്ക്ക് മാത്രം സത്യമായിരിക്കാം. റിമെയിൻ വെസ്റ്റേൺ സെൻട്രിക്. അപ്പൊ മിൽഫിന്റെ കൃതി പൊതുജനത്തിന് ഒരു പ്രത്യേക സ്വഭാവം ആരോപിക്കുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് മാത്രം എന്തായിരിക്കാം? സത്യമായിരിക്കാം. The public that may be true only for America. If work attributes a certain character to the public that may be true only for America and remain Western centric. ഈ മിൽഫിന്റെ കൃതി പൊതുജനത്തിന് പ്രത്യേക സ്വഭാവം ആരോപിക്കുന്നു. അമേരിക്കയ്ക്ക് മാത്രം അത് എന്തായിരിക്കാം? സത്യമായിരിക്കാം, ട്രൂ ആയിരിക്കാം. അതെന്ത് പിന്തുടരുന്നു? വെസ്റ്റേൺ. എന്താണ് പിന്തുടരുന്നത്? വെസ്റ്റേൺ സെൻട്രിക്. അതൊരു പാശ്ചാത്യ കേന്ദ്രീകൃതമായി തുടരുന്നു. അത് പാശ്ചാത്യ കേന്ദ്രീകൃതമായിട്ടാണ് തുടരുന്നത്. ലൈക്ക് ക്ലാസ് കോൺഷ്യസ്നസ്, വർഗബോധം, ഫാൾസ് കോൺഷ്യസ്നസ്, തെറ്റായ ബോധം, കൺസെപ്ഷൻ ഓഫ് സ്റ്റാറ്റസ്, പദവിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അതേപോലെ തന്നെ ഓഫ് ക്ലാസ്, വർഗം തുടങ്ങിയ ചില പ്രധാന പ്രശ്നങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല.
അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതിയിൽ എന്തിനെ കുറിച്ച് പറയുന്നില്ല എന്നാ പറയുന്നത്? ക്ലാസ് കോൺഷ്യസ്നെസ് വർഗബോധത്തെ കുറിച്ചും അതേപോലെ തന്നെ ഫാൾസ് കോൺഷ്യസ്നെസ് തെറ്റായ ബോധത്തെ കുറിച്ചും പിന്നെ കൺസെപ്ഷൻ ഓഫ് സ്റ്റാറ്റസ് അതേപോലെ തന്നെ പദവിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ പിന്നെ എന്തിനെ കുറിച്ചാണ്? ക്ലാസിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന്റെ കൃതിയിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? നോട്ട് ട്രാൻസ്ലേറ്റഡ്, വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. Adding to the problem of studying generalizing issue rather than looking into specific areas of study. ഇത് പഠനത്തിന്റെ പ്രത്യേക മേഖലകൾ പരിശോധിക്കുന്നതിന് പകരം സാമാന്യവൽക്കരണ വിഷയങ്ങൾ പഠിക്കുന്നതിന്റെ പ്രശ്നത്തിലേക്ക് ചേർക്കുന്നു. Adding to the problem of studying generalizing issue rather than looking into specific areas of studies. ഇത് പഠനത്തിന്റെ പ്രത്യേക മേഖലകൾ പരിശോധിക്കുന്നതിന് പകരം സാമാന്യവൽക്കരണ വിഷയങ്ങൾ പഠിക്കുന്നതിന്റെ പ്രശ്നത്തിലേക്ക് ചേർക്കുന്നു. ഇതാണ് അതിലെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അതില് തേർഡ് പാരഗ്രാഫ് വേണ്ട, ഫോർത്ത് പാരഗ്രാഫിൽ പറയുന്നത് എന്താ നോക്കാം. The abstracted empiricist is more concerned with philosophy of science, the scientific method rather than what he studies in all about. Thus the sociologist who should be concerned with society and its issue become more involved with the methods to be used and what can be studied by this method. In other words, എന്താണ് അവിടെ പറയുന്നത്? അമൂർത്ത അബ്സ്ട്രാക്ട് എംപെരിസിസ്റ്റ്. അബ്സ്ട്രാക്ട് എംപെരിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അമൂർത്ത അനുഭവ ശാസ്ത്രജ്ഞർ. അബ്സ്ട്രാക്റ്റഡ് എംപെരിസിസ്റ്റ് പറഞ്ഞാൽ എന്താണ്? അമൂർത്ത അനുഭവ ശാസ്ത്രജ്ഞർ മോർ കൺസേൺഡ് വിത്ത് ഫിലോസഫി ഓഫ് സയൻസ്. താൻ പഠിക്കുന്നതിനേക്കാൾ ശാസ്ത്രത്തിന്റെ തത്വചിന്തയിലും. കൺസേൺഡ് വിത്ത് ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറഞ്ഞാല് അമൂർത്ത അനുഭവ ശാസ്ത്രജ്ഞർ താൻ പഠിക്കുന്നതിനേക്കാൾ ശാസ്ത്രത്തിന്റെ തത്വചിന്തയിലും ശാസ്ത്രീയ രീതിയിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പൊ അമൂർത്ത അനുഭവ ശാസ്ത്രജ്ഞർ ആരാ? അബ്സ്ട്രാക്ട് എംപെരിസിസ്റ്റ്. അബ്സ്ട്രാക്ട് എംപെരിസിസ്റ്റ് താൻ പഠിക്കുന്നതിനേക്കാൾ ശാസ്ത്രത്തിന്റെ തത്വചിന്തയിലും ശാസ്ത്രീയ രീതിയിലുമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പൊ അമൂർത്ത അനുഭവ ശാസ്ത്രജ്ഞര് താൻ പഠിക്കുന്നതിനേക്കാൾ ശാസ്ത്രത്തിന്റെ തത്വചിന്തയിലും അതേപോലെ തന്നെ ശാസ്ത്രീയ രീതിയിലുമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. The abstract empiricist is more concerned with philosophy of science. പിന്നെന്താണ് പറയുന്നത്? The scientific method rather than what he studies is all about. അതായത് അമൂർത്ത അനുഭവ ശാസ്ത്രജ്ഞർ താൻ പഠിക്കുന്നതിനേക്കാൾ ശാസ്ത്രത്തിന്റെ തത്വചിന്തയിലും ശാസ്ത്രീയ രീതിയിലുമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനുശേഷം എന്താണ് പറയുന്നത്? Thus the sociologist who should be concerned with the society and its issue become more involved with the methods to be used and what can be studied by this method. In other words എന്നാ പറയുന്നത്. അതായത് അങ്ങനെ സമൂഹത്തെയും അതിന്റെ പ്രശ്നങ്ങളെയും കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട, സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കേണ്ട രീതികളിലും ഈ രീതികളിലൂടെ പഠിക്കാൻ കഴിയുന്ന രീതികളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് രീതി പരിമിതമായി മാറുന്നു. ഒന്നുകൂടി പറയാം, ഈ ഭാഗത്തിന്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ പാരഗ്രാഫ് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അമൂർത്ത നരവംശ ശാസ്ത്രജ്ഞർ താൻ പഠിക്കുന്നതിനേക്കാൾ ശാസ്ത്രത്തിന്റെ തത്വചിന്തയിലും ശാസ്ത്രീയ രീതിയിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് അമൂർത്ത അനുഭവ ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ ആരാ? അബ്സ്ട്രാക്റ്റഡ് എംപെരിസിസ്റ്റ്. അപ്പൊ അബ്സ്ട്രാക്ട് എംപെരിസിസ്റ്റ് അവര് പഠിക്കുന്നതിനേക്കാൾ ശാസ്ത്രത്തിന്റെ തത്വചിന്തയിലും ശാസ്ത്രീയ രീതിയിലുമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സമൂഹത്തെയും അതിന്റെ പ്രശ്നങ്ങളെയും കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കേണ്ട രീതികളിലും
ഈ രീതികളിലൂടെ പഠിക്കാൻ കഴിയുന്ന രീതികളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് രീതി പരിമിതമായി മാറുന്നു. ഇതാണ് ആ ഒരു ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ്, 8ാമത്തെ പാരഗ്രാഫിൽ എമിലി ദുർക്കീം പറയുന്നതാണ്. എമിലി ദുർക്കീം in his classic work The Rules of the Sociological Method had said that sociological facts should be explained by other social facts, that putting the psychological and philosophical as beyond the scope of the sociological method. എമിലി ദുർക്കീമിന്റെ അഭിപ്രായത്തില് The rules of sociological method had said that സോഷ്യൽ ഫാക്ട് ഷുഡ് ബി, സോഷ്യൽ ഫാക്ട് സാമൂഹിക ഫാക്ടുകളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സോഷ്യൽ ഫാക്ട് ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് ബൈ അതർ സോഷ്യൽ ഫാക്ട്, സാമൂഹിക ഘടകങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മറ്റു സാമൂഹിക ഘടകങ്ങളാണ്. അത് ഏതൊക്കെയാണ്? സൈക്കോളജിക്കലും ഫിലോസഫിക്കലുമായിട്ടുള്ള ഘടകങ്ങളാണ്. സാമൂഹിക ഘടകങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എമിലി ദുർക്കീമിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക ഘടകങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മറ്റു സാമൂഹിക ഘടകങ്ങളായിട്ടുള്ള സൈക്കോളജിക്കലും ഫിലോസഫിക്കലും മനഃശാസ്ത്രപരമായിട്ടും തത്വശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളാണ്. അത് സോഷ്യോളജിക്കൽ മെത്തേഡിന്റെ സ്കോപ്പ് ഉയർത്തുന്നു, വ്യാപ്തി ഉയർത്തുന്നു. ഇതാണ് ആരുടെ അഭിപ്രായം? എമിലി ദുർക്കീമിന്റെ അഭിപ്രായം. അപ്പൊ ഇതാണ് നമ്മള് ബ്ലോക്ക് 1 യൂണിറ്റ് ബ്ലോക്ക് 1 അതേപോലെ തന്നെ യൂണിറ്റ് 1 തിങ്കിങ് സോഷ്യോളജിക്കലിയിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് പറഞ്ഞ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് ക്ലാസ് കേട്ടിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നോക്കാം, സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ്. സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ്, അതായത് സമൂഹശാസ്ത്രം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹശാസ്ത്രത്തെ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എവരിഡേ ലൈഫ്, നിത്യജീവിതവുമായി സോഷ്യോളജി അത്രയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ് എന്ന ടോപ്പിക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ്. ഇവിടെ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പാരയിൽ വരുന്ന പോയിന്റ്സ് ആണ് ടീച്ചർ എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ പറയുന്നത് എന്ന് പരിശോധിക്കാം. Mills 1959 concept of the promise relate to the trap that people find themselves unable to get rid of life circumstances. അതായത് മിൽസിന്റെ പ്രോമിസ് എന്ന ആശയം തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങളാൽ ശേഖരിക്കുന്ന പഠനങ്ങൾ ആളുകൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോ മിൽസിന്റെ പ്രോമിസ് എന്ന ആശയം ആ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ആശയവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ അത്തരത്തിലുള്ള ആശയങ്ങളിൽ മേൽ ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നു എന്നാ പറയുന്നത്? കുടുങ്ങിക്കിടക്കുന്നു, ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അപ്പൊ മിൽസിന്റെ പ്രോമിസ് എന്ന ആശയത്തിലൂടെ ആളുകൾ എന്ത് ചെയ്യപ്പെടുക ചെയ്യുന്നത് എന്നാ പറയുന്നത്? ട്രാപ്പ് ചെയ്യപ്പെടുന്നു, കുടുങ്ങിക്കിടക്കുന്നു. ദെൻ അപ്പോ അവിടെ എന്താ മനസ്സിലായിട്ടുണ്ടായിരിക്കും? മിൽസിന്റെ പ്രോമിസ് എന്ന ആശയത്തിലൂടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അവിടെ വ്യക്തമാക്കി തരുന്നത്. അതേപോലെ തന്നെ പീപ്പിൾ ആർ caught in the various circle of mundane, ordinary, everyday living which are affected by circumstance beyond their control, but which they fail to compare by the concept of trap. അതേപോലെ എന്താണ് പറയുന്നത്? People are caught in the various circle of mundane, ordinary, everyday. അതായത് ബാധിക്കപ്പെടുന്നതും എന്നാൽ മനസ്സിലാക്കാൻ
പരാജയപ്പെടുന്നതുമായ അസാധാരണ ദൈനംദിന ജീവിതത്തിന്റെ ദൂഷിത വലയം ആളുകൾ കണ്ടെത്തുന്ന കെണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ട്രാപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ട്രാപ്പ് എന്ന ആശയം മിൽസ് പരാമർശിക്കാനുള്ള കാരണം. അപ്പൊ ട്രാപ്പ് എന്ന ആശയം മിൽസ് അപ്പൊ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ദൈനംദിന ജീവിതത്തില് ട്രാപ്പ് എന്ന ആശയം പരാമർശിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അതായത് ദൈനംദിന ജീവിതത്തിന്റെ ദൂഷിത വലയം ആളുകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രാപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ദൈനംദിന ജീവിതത്തിലെ ദൂഷിതമായ കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ ആളുകൾ എങ്ങനെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? ട്രാപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മിൽസ് ഏത് ആശയം പരാമർശിക്കാനുള്ള കാരണം? ട്രാപ്പ് എന്ന ആശയം പരാമർശിക്കാനുള്ള കാരണം പീപ്പിൾ ആർ കോപ്ഡ് ഇൻ ദ വാല്യൂസ് സർക്കിൾ ഓഫ് മണ്ടേൻ ഓർഡിനറി എവരിഡേ ലിവിംഗ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ സർക്കംസ്റ്റൻസ്. അതായത് ദൈനംദിന ജീവിതത്തിലെ ഓരോ ദിവസത്തിലും അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സാഹചര്യത്തിലും, ദൈനംദിന ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും ദൂഷിത വലയങ്ങൾ, സർക്കിൾ ഓഫ് മണ്ടേ എന്ന് പറയും. സർക്കിൾ ഓഫ് മണ്ടേ എന്ന് പറഞ്ഞാൽ ദൂഷിത വലയങ്ങൾ ഓരോ ദിനത്തിലും പലതരത്തിലുള്ള മോശം പ്രവർത്തികൾ നിലനിൽക്കുന്നുണ്ട്. അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മിൽസ് പറയുന്നത്? ട്രാപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദെൻ Mills is referring to the social changes that occur which affect the ordinary man, certain external influences which transcend the internal human spaces and both are interrelated. അതേപോലെ തന്നെ ഇന്റർറിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർറിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? മിൽസ് ഈസ് റെഫറിങ് ടു ദ സോഷ്യൽ ചേഞ്ചസ് ദാറ്റ് occur which affect the ordinary man, certain external influences which transcend the internal human spaces and both are interrelated. അതായത് ഇന്റേണൽ ഹ്യൂമൻ ആന്തരിക മനുഷ്യ ഇടങ്ങളെ മറികടക്കുന്ന ചില ബാഹ്യ സ്വാധീനങ്ങളുള്ള സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന സാമൂഹിക മാറ്റങ്ങളെയാണ് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? Mills is referring to the social changes that occur which affect the ordinary man, certain external influences which transcend the internal human spaces and both are interrelated. ഇവ രണ്ടും ഇന്റർറിലേറ്റഡ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആന്തരിക മനുഷ്യ ഇടങ്ങളെ മറികടക്കുന്ന ചില ബാഹ്യ സ്വാധീനങ്ങളുള്ള സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന സാമൂഹിക മാറ്റങ്ങളെയാണ് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ ആന്തരിക മനുഷ്യ ഇടങ്ങളെ മറികടക്കുന്ന ചില ബാഹ്യ സ്വാധീനങ്ങളുള്ള സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന സാമൂഹിക മാറ്റങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോ ഇവ രണ്ടും ഏതൊക്കെ? ആന്തരിക മനുഷ്യയിടങ്ങളെ മറികടക്കുന്ന ചില ബാഹ്യ സ്വാധീനങ്ങളുള്ള സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന സാമൂഹിക മാറ്റങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പരസ്പരം എന്ത് ചെയ്യപ്പെടുന്നു? ഇന്റർറിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് ദെൻ സെക്കൻഡ് പേരയിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. Mills gave agency to history as it shapes human being and their destiny. അതായത് എന്താണ് പറയുന്നത്? സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ സോഷ്യോളജി ഇൻ എവറിഡേ ലൈഫിലെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്ന കാര്യമാണ്. Mills gave agency to history as it shapes human being and their destiny. മനുഷ്യരെയും അവരുടെ വിധിയെയും രൂപപ്പെടുത്തുമ്പോൾ മിൽസ് ചരിത്രത്തിന് ഏജൻസി നൽകി. മനുഷ്യരെയും ആരേനൊക്കെയാണ്? ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ.
ഡെസ്റ്റിനി വിധി. മനുഷ്യനെയും അവരുടെ വിധിയെയും രൂപപ്പെടുത്തുമ്പോൾ മിൽസ് എന്തിന് രൂപം നൽകി? ചരിത്രത്തിന് രൂപം നൽകി. മനുഷ്യരെയും അവരുടെ വിധിയെയും രൂപപ്പെടുത്തുമ്പോൾ സത്യത്തിൽ മിൽസ് എന്താണ് ചെയ്യുന്നത്? ചരിത്രത്തിന് ഏജൻസി നൽകി, ചരിത്രത്തിന് രൂപം നൽകി. The human agency is limited by where we are born and what happens outside of our immediate social context. അങ്ങനെ നാം എവിടെയാണ് ജനിക്കുന്നത്, നമ്മുടെ സാമൂഹിക സന്ദർഭത്തിന് പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് മനുഷ്യന്റെ ഏജൻസി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നാം എവിടെയാണ് ജനിക്കുന്നത്? The human agency is limited by where we are born and what happen outside for our immediate social context. അതായത് നാം എവിടെയാണ് ജനിക്കുന്നത്, നമ്മുടെ ഉടനടി സാമൂഹിക സന്ദർഭത്തിന് പുറത്ത് എന്താണ് സംഭവിക്കുന്നത്, അതിനെ ആശ്രയിച്ച് മനുഷ്യനെ ഏജൻസി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ മനുഷ്യനെയും അവരുടെ വിധിയെയും രൂപപ്പെടുത്തുമ്പോൾ മിൽസ് ചരിത്രത്തിന്റെ ഏജൻസി നൽകുകയാണ് ചെയ്യുന്നത്. ഒരു ചരിത്രത്തിന്റെ ഏജൻസി നൽകുന്നത് മിൽസ് എങ്ങനെയാണ്? മനുഷ്യനെയും അവരുടെ വിധിയെയും രൂപപ്പെടുത്തുമ്പോൾ. അതേപോലെ തന്നെ നാം എവിടെയാണ് ജനിക്കുന്നത്, അതേ സാമൂഹിക സന്ദർഭത്തിന് പുറത്ത് എന്താണ് സംഭവിക്കുന്നത് അതിനെ ആശ്രയിച്ചാണ് മനുഷ്യനെ ഏജൻസി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് അതിന്റെ സെക്കൻഡ് പാരഗ്രാഫിലൂടെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഫോർത്ത് പാരഗ്രാഫിൽ എന്താണ് വ്യക്തമാക്കുന്നത് നമുക്ക് നോക്കാം. The special ability of the sociologist is to conduct personal to the larger context both historically and in the present circumstance. ഫോർത്ത് പാരഗ്രാഫിൽ പറയാണ്, ചരിത്രപരമായും വർത്തമാനകാല സാഹചര്യങ്ങളിലും the special ability to the sociologist is to conduct personal to the larger context both historically and in the present circumstance. ചരിത്രപരമായും വർത്തമാനകാല സാഹചര്യങ്ങളിലും വ്യക്തിത്വത്തെ വലിയ സന്ദർഭവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ പ്രത്യേക കഴിവ്. എന്താണ് ഇവിടെ പറയുന്നത്? ഫോർത്ത് പാരഗ്രാഫില് the special ability of the sociologist is to be conduct personal to the larger context both historically and in the present circumstance. അതായത് ചരിത്രപരമായും വർത്തമാനകാല സാഹചര്യങ്ങളിലും വ്യക്തിത്വത്തെ വലിയ സന്ദർഭവുമായി ബന്ധപ്പെടുത്തുക എന്നതാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ പ്രത്യേക കഴിവ്. ചരിത്രപരമായും വർത്തമാനകാല സാഹചര്യങ്ങളിലും വ്യക്തിത്വത്തെ വലിയ സന്ദർഭവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ പ്രത്യേക കഴിവ്. അതേപോലെ തന്നെ ഫിഫ്ത്ത് പാരഗ്രാഫിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബൂമാൻ 1919 write on his concept of oneself with others in everyday life. The experience of being free or unfree are something that we all wish to solve, as it continues to remain an enigma to almost all. അതായത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിക്കോളൂ. 1990 ബൂമാൻ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായി സ്വയം എന്ന ആശയത്തെക്കുറിച്ച് ആരെഴുതി? ബൂമാൻ എഴുതി. ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായി സ്വയം എന്ന ആശയത്തെക്കുറിച്ച് 1990 ബൂമാൻ എഴുതുന്നു. അപ്പോ ബൂമാന് 1990 ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായി സ്വയം എന്ന
ആശയത്തെക്കുറിച്ച് ആരെഴുതുന്നുണ്ട്? ബൂമാൻ എഴുതുന്നു. പിന്നെ എന്താ അവിടെ പറയുന്നത്? ദ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് ഫ്രീ ഓർ അൺഫ്രീ ആർ സംതിങ് ദാറ്റ് all wish to solve as it continues to remain an enigma to almost all. സ്വതന്ത്രനായിരിക്കുന്നതിൻ്റെയും സ്വതന്ത്രനല്ലാത്തതിൻ്റെയും അനുഭവങ്ങൾ നാം എല്ലാവരും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതായത് സ്വതന്ത്രനായിരിക്കുന്നതിൻ്റെയും അതേപോലെ തന്നെ സ്വതന്ത്രനല്ലാത്തതിൻ്റെയും അനുഭവങ്ങൾ നാം എല്ലാവരും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. 1990 ബൂമാൻ എന്താ എഴുതിയത്? ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായി സ്വയം എന്ന ആശയത്തെക്കുറിച്ച് 1990 ബൂമാൻ എഴുതുന്നു. സ്വതന്ത്രനായിരിക്കുന്നതിൻ്റെയും ദ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് ഫ്രീ ഓർ അൺഫ്രീ, സ്വതന്ത്രനായിരിക്കുന്നതിൻ്റെയും സ്വതന്ത്രനല്ലാത്തതിൻ്റെയും അനുഭവങ്ങൾ നാം എല്ലാവരും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇപ്പൊ എന്താണ് അവിടെ പറയുന്നത് ബൂമാൻ? ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായി സ്വയം എന്ന ആശയത്തെക്കുറിച്ച് 1990 ബൂമാൻ പറയുന്നു. എന്താ പറയുന്നത്? സ്വതന്ത്രനായിരിക്കുന്നതിൻ്റെയും സ്വതന്ത്രനല്ലാത്തതിൻ്റെയും അനുഭവങ്ങൾ നാം എല്ലാവരും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതാണ് ആ പാരഗ്രാഫിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ് എന്ന ടോപ്പിക്കിൽ വേണ്ടത്. നോക്കിക്കോളൂ, ഫസ്റ്റ് പാരഗ്രാഫിൽ വരേണ്ട കാര്യങ്ങളാണ് ഈ എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് പാരഗ്രാഫിൽ ഈ 2 പോയിന്റ്, തേർഡ് പാരഗ്രാഫ് വേണ്ട, 4th പാരഗ്രാഫിൽ വേണ്ട ഇത്, അതേപോലെ തന്നെ 5th പാരഗ്രാഫിൽ ഈ കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക്കാണ് സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്. 3 രീതിയിലാണ് സോഷ്യോളജിക്കൽ കൺസെപ്റ്റിനെ തരംതിരിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് സോഷ്യലൈസേഷൻ, സെക്കൻഡറി സോഷ്യലൈസേഷൻ. സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് 3 രീതിയുണ്ട്. ഗ്രൂപ്പ്, സോഷ്യലൈസേഷൻ, സെക്കൻഡറി സോഷ്യലൈസേഷൻ. എന്താണ് ഗ്രൂപ്പ് എന്ന് നമുക്ക് നോക്കാം. Individuals cannot function outside of the group as they are born in one and are a social human because of it. The very process of being human is provided by the group that gives both identity and mean of existence through socialization. അതായത് ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് individual cannot function outside of the group as they are born in one and are social human because of it. വ്യക്തികൾക്ക് ഒരു ഗ്രൂപ്പിൽ ജനിക്കുന്നതിനാൽ അവർക്ക് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. വ്യക്തികൾ ഒരു ഗ്രൂപ്പിൽ ജനിക്കുന്നതിനാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പുറത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം അവർ ഒരു സാമൂഹിക മനുഷ്യരാണ്. ഇപ്പൊ വ്യക്തികൾ ഒരു ഗ്രൂപ്പിൽ ജനിക്കുന്നതിനാൽ അവർക്ക് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം അവർ എന്താണ്? അവരൊരു സോഷ്യൽ ഹ്യൂമൻ ആണ്. സോഷ്യൽ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ സാമൂഹിക മനുഷ്യരാണ്. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്? The very process of being human is provided by the group that gives both identity and meaning of existence through socialization. സാമൂഹികവൽക്കരണത്തിലൂടെ ഐഡന്റിറ്റി പറഞ്ഞാൽ എന്താ? തിരിച്ചറിയൽ. അപ്പൊ സാമൂഹികവൽക്കരണത്തിലൂടെ ഐഡന്റിറ്റിയിലും നിലനിൽപ്പിലുമുള്ള മാർഗവും നൽകുന്ന ഗ്രൂപ്പാണ് മനുഷ്യനാകുക എന്ന പ്രക്രിയ തന്നെ നൽകുന്നത്. അപ്പോ സാമൂഹ്യവൽക്കരണത്തിലൂടെ ഐഡന്റിറ്റിയിലും നിലനിൽപ്പിനുമുള്ള മാർഗവും നൽകുന്ന ഗ്രൂപ്പാണ് മനുഷ്യനാകുക എന്ന പ്രക്രിയ തന്നെയാണ് നൽകുന്നത്. അപ്പൊ ഗ്രൂപ്പ് എന്നതുകൊണ്ട് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? വ്യക്തികൾക്ക് ഒരു ഗ്രൂപ്പിൽ ജനിക്കുന്നതിനാൽ അവർക്ക് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. Individual cannot function outside of the group as they are born in one. അതായത് വ്യക്തികൾ ഒരു ഗ്രൂപ്പിൽ ജനിക്കുന്നതിനാൽ അവർക്ക് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. Because
ബിക്കോസ് എന്താണ് അവിടെ എന്താ പറയുന്നത്, they are born in one and are social human because of it. കാരണം അവർ സാമൂഹിക മനുഷ്യരാണ്. അപ്പൊ വ്യക്തികൾ ഒരു ഗ്രൂപ്പിൽ ജനിക്കുന്നതിനാൽ അവർക്ക് പുറത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല, അവർ സാമൂഹിക മനുഷ്യരാണ്. അതേപോലെ തന്നെ പിന്നെന്താ ഉദ്ദേശിക്കുന്നത്, the very process of being human is provided by the group that gives both identity and meaning of existence through socialization. സാമൂഹികവൽക്കരണത്തിലൂടെ ഐഡന്റിറ്റിയിലും നിലനിൽപ്പിലും ഉള്ള മാർഗം നൽകുന്ന ഗ്രൂപ്പാണ് മനുഷ്യനാകും എന്ന പ്രക്രിയ തന്നെ നൽകുന്നത്. ഇപ്പൊ സാമൂഹികവൽക്കരണത്തിലൂടെ ഐഡന്റിറ്റിയിലും നിലനിൽപ്പിലും മാർഗവും നൽകുന്ന ഗ്രൂപ്പാണ് മനുഷ്യനാകും എന്ന പ്രക്രിയ തന്നെ നൽകുന്നത്. അടുത്തതാണ് സോഷ്യലൈസേഷൻ. The group socializes the self so as to be capable of living society. It helps the individual to cope up with pressure and behave. The primary socializing agents enable the individual to develop the self-intention and the expectation to choose the significant others from the many who come his her way. അതായത് സോഷ്യലൈസേഷൻ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തമാകുന്നതിനായി ഗ്രൂപ്പ് സത്യത്തെ സാമൂഹ്യവൽക്കരിക്കുന്നു. The group socializes the self so as to capable of living society. സമൂഹത്തിൽ capable of living society എന്താ, സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നതിനായി ഗ്രൂപ്പ് സത്യത്തെ എന്ത് ചെയ്യുന്നു, സാമൂഹ്യവൽക്കരിക്കുന്നു. അങ്ങനെ പിന്നെന്ത് ചെയ്യുന്നത്, it helps individual to cope up with pressure and behave. The primary socializing agent enables the individual to develop the self-intention and expectation to choose the significant others from the many who come his her way. അതായത് സമ്മർദ്ദങ്ങളെ നേരിടാനും പെരുമാറാനും ഇത് വ്യക്തിയെ സഹായിക്കുന്നു. it helps individual to cope up with pressure and behave. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, സമ്മർദ്ദങ്ങളെ നേരിടാനും അതേപോലെ തന്നെ പെരുമാറാനും ഇത് വ്യക്തിയെ സഹായിക്കുന്നു. അതേപോലെ തന്നെ പ്രാഥമിക സാമൂഹികവൽക്കരണ ഏജന്റുകൾ വ്യക്തിയെ സ്വന്തം ഉദ്ദേശങ്ങളും പ്രതീക്ഷകളും വികസിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു. അതേപോലെ പിന്നെന്താ പറയുന്നത്, ദ പ്രൈമറി സോഷ്യലൈസിങ് ഏജന്റ്. പ്രൈമറി സോഷ്യലൈസിങ് ഏജന്റ് പറഞ്ഞാൽ ആരാ, പ്രാഥമിക സാമൂഹ്യവൽക്കരണ ഏജന്റുകൾ. ദ പ്രൈമറി സോഷ്യലൈസിങ് ഏജന്റ് പറഞ്ഞാൽ പ്രാഥമിക സാമൂഹ്യവൽക്കരണ ഏജന്റുകൾ എന്ത് ചെയ്യുന്നു, എനേബിൾ ദ ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ദ സെൽഫ് ഇന്റൻഷൻസ്. വ്യക്തികളെ പ്രാഥമിക സാമൂഹ്യവൽക്കരണ ഏജന്റുകൾ വ്യക്തിയെ സ്വന്തം ഉദ്ദേശങ്ങളും പ്രതീക്ഷകളും വികസിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു. ഇപ്പൊ പ്രാഥമിക സാമൂഹ്യവൽക്കരണ ഏജന്റുകൾ വ്യക്തിയെ എന്തിനാണ് പ്രാപ്തമാക്കുന്നത്, സ്വന്തം ഉദ്ദേശങ്ങളും പ്രതീക്ഷകളും വികസിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ദ പ്രൈമറി സോഷ്യലൈസിങ് ഏജന്റ് എനേബിൾ ദ ഇൻഡിവിജ്വൽ to develop the self-intention and expectation to choose significant others from the many who come his her way. അതായത് പ്രാഥമിക സാമൂഹികവൽക്കരണ ഏജന്റുകൾ വ്യക്തിയെ സ്വന്തം ഉദ്ദേശങ്ങളും പ്രതീക്ഷകളും വികസിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു. പിന്നെ എന്താണ് പറയുന്നത്, ഹിസ് ഹെർ എന്ന് പറഞ്ഞാൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ വഴിയിൽ വരുന്ന പലരിൽ നിന്നും പ്രധാനപ്പെട്ട മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. അതേപോലെ അവന്റെ അല്ലെങ്കിൽ അവളുടെ വഴിയിൽ വരുന്ന പലരിൽ നിന്നും പ്രധാനപ്പെട്ട മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. അവന്റെ അല്ലെങ്കിൽ അവളുടെ വഴിയിൽ വരുന്ന പലരിൽ നിന്നും പ്രധാനപ്പെട്ട മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. അപ്പൊ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യലൈസേഷൻ. അടുത്ത പോയിന്റ് ആണ് ഇൻ ദ സെക്കൻഡറി സോഷ്യലൈസേഷൻ. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്താ നോക്കാം. വിച്ച് ഈസ് ലേറ്റർ ഫേസസ് ഓഫ് സോഷ്യലൈസേഷൻ ദാറ്റ് ഒക്കർ ഇൻ ദ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇറ്റ് വുഡ് ബി പാർട്ടിയൽ ഷിഫ്റ്റ് ഫ്രം വാട്ട് ദ ഇൻഡിവിജ്വൽ യൂസ്ഡ് ടു ബി acquiring new skill and knowledge to keep oneself updated with the new change that have come about in the life of the individual. എന്താണ് ഉദ്ദേശിക്കുന്നത്,
which is later phases of socialization that occur in the life of the individual. വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സാമൂഹ്യവൽക്കരണത്തിന്റെ അവസാന ഘട്ടങ്ങളായ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാമൂഹ്യവൽക്കരണത്തിന്റെ അവസാന ഘട്ടങ്ങളായ ദ്വിതീയ സാമൂഹികവൽക്കരണത്തിൽ വ്യക്തി മുമ്പ് എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച പുതിയ മാറ്റങ്ങളെ സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പുതിയ കഴിവുകളും അറിവുകളും നേടുന്നതിലേക്ക് ഭാഗികമായൊരു മാറ്റമായിരിക്കും ഇത്. അതായത് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. വ്യക്തിയുടെ ജീവിതത്തില് സംഭവിക്കുന്ന സാമൂഹ്യവൽക്കരണത്തിന്റെ അവസാന ഘട്ടങ്ങളായ ദ്വിതീയ സാമൂഹ്യവൽക്കരണത്തിൽ വ്യക്തി മുമ്പ് എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച പുതിയ മാറ്റങ്ങളുമായി സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പുതിയ കഴിവുകളും അറിവും നേടുന്നതിലേക്ക് ഭാഗികമായൊരു മാറ്റമായിരിക്കും ഇത്. അപ്പൊ ഇൻ സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്നുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാമൂഹ്യവൽക്കരണത്തിന്റെ അവസാന ഘട്ടങ്ങളായ ദ്വിതീയ സാമൂഹികവൽക്കരണത്തിൽ വ്യക്തി മുമ്പ് എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച പുതിയ മാറ്റങ്ങളുമായി സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പുതിയ കഴിവുകളും അറിവും നേടുന്നതിലേക്ക് ഭാഗികമായൊരു മാറ്റമായിരിക്കും ഏത്? ഇൻ ദ സെക്കൻഡറി സോഷ്യലൈസേഷൻ. അപ്പൊ സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി സോഷ്യലൈസേഷൻ. അപ്പോൾ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് 3 ആണുള്ളത്. ഗ്രൂപ്പ് ഉണ്ട്, സോഷ്യലൈസേഷൻ ഉണ്ട്, സെക്കൻഡറി സോഷ്യലൈസേഷൻ ഉണ്ട്. സെക്കൻഡറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങളെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്കൻഡറി സോഷ്യലൈസേഷൻ. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഈ ടോപ്പിക്കുകൾ, സോഷ്യോളജി ഇൻ എവരിഡേ ലൈഫും സോഷ്യോളജിക്കൽ കൺസെപ്റ്റും. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായി വരാം.